നിസ്കാരം നിർബന്ധമാക്കുന്നതിൻ്റെ മുന്നേ നോമ്പും ഹജ്ജും സക്കാത്തും നിർബന്ധമാക്കുന്നതിൻ്റെ മുന്നേ ഇസ്ലാമിൻ്റെ അനുഷ്ഠാന കർമ്മങ്ങളെല്ലാം നിർബന്ധമാക്കുന്നതിൻ്റെ മുന്നേ അള്ളാഹു മനുഷ്യനോട് വസിയത്ത് ചെയ്ത, അവനോട് കരാറ് വാങ്ങിച്ച വലിയ ഒരു സംഗതിയുണ്ട്. ഖുർആനിൽ പല സ്ഥലങ്ങളിലും ഇസ്ലാമിൻ്റെ മർമ്മപ്രധാനമായ ആശയമായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞതിൻ്റെ തൊട്ടിപ്പുറത്ത് വളരെ പ്രാധാന്യത്തോടുകൂടി ഗൗരവത്തോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയ വിഷയം എന്താണ്? ആ വിഷയം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും ഗൗരവമുള്ള വിഷയം എന്താണത്? മാതാപിതാക്കളോടുള്ള കടമ എന്നതാണ്. പരിശുദ്ധ ഖുർആനിൽ ഒട്ടനവധി സ്ഥലങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതിൽ അധികവും സംസാരിച്ചിട്ടുള്ളത് അള്ളാഹുവിനോടുള്ള ബാധ്യത പറഞ്ഞതിൻ്റെ തൊട്ടിപ്പുറത്താണ്. അത് വലിയ അത്ഭുതമാണ്. പടച്ചോനെ മാത്രം നിങ്ങൾ ആരാധിക്കണം എന്ന് പറഞ്ഞതിൻ്റെ തൊട്ടിപ്പുറത്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കളോടുള്ള നന്മയെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളത്. സൂറത്തുൽ ബഖറയുടെ 83-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു പറയാൻ وَإِذْ أَخَذْنَا مِيثَاقَ بَنِي إِسْرَائِيلَ لَا تَعْبُدُونَ إِلَّا اللَّهَ وَبِالْوَالِدَيْنِ إِحْسَانًا. ഇസ്രായേലി സന്തതികളോട് നാം കരാർ വാങ്ങിച്ച സന്ദർഭം എന്താണ്? കരാർ വാങ്ങിച്ചത് അല്ലാ തഅബുദൂ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ അല്ലാതെ മറ്റാരെയും അവർ ആരാധിക്കാൻ പാടില്ല. രണ്ടാമത്തെ കരാർ എന്താണ്? വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കളോട് ഇഹ്സാനോടുകൂടി വർത്തിക്കണമെന്നതാണ് രണ്ടാമത്തെ കരാറ്. സൂറത്തുൻ നിസാഇന്റെ 36-ാമത്തെ ആയത്ത് അല്ലാഹു പറയുന്നു വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ഷൈആ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുക, അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാനും പാടില്ല. വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കളോട് നിങ്ങൾ ഏറ്റവും നന്നായി വർത്തിക്കുകയും ചെയ്യുക. സൂറത്തുൽ അൻആമിന്റെ 151-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു ഖുൽ തആലൂ അത്ലു മാ ഹറമ റബ്ബുകും അലൈക്കും അല്ലാ തുശ്രികൂ ബിഹി ഷൈഅൻ വബിൽ വാലിദൈനി ഇഹ്സാനാ. നബിയെ പറയുക, തആലൂ, നിങ്ങൾ വരിക, അത്ലു മാ ഹറമ റബ്ബുകും അലൈക്കും, നിങ്ങളുടെ റബ്ബ് ഏറ്റവും ഗൗരവതരമായ വിഷയങ്ങളായി നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്തൊക്കെയാണത്? അല്ലാ തുശ്രികൂ ബിഹി ഷൈആ, അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കരുത്. വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കളോട് ഏറ്റവും നന്നായി പെരുമാറുകയും ചെയ്യുക. സൂറത്തുൽ മറിയമിന്റെ 12 മുതൽ 14 വരെയുള്ള വചനം യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു പറഞ്ഞു കൊടുക്കുകയാണ് വബർറം ബിവാലിദൈഹി വലം യകുൻ ജബ്ബാറൻ നസിയാ, നീ നിന്റെ പിതാവായ സക്കരിയയോടും നിന്റെ മാതാവിനോടും ഏറ്റവും നന്നായി വർത്തിക്കുക, നീ ഒരിക്കലും ഒരു തെമ്മാടിയും അനുസരണം കെട്ടവനുമാകരുത്. സൂറത്ത് മറിയമിന്റെ 34 മുതൽ 35 വരെയുള്ള വചനം വബർറം ബിവാലിദതി വലം യജഅൽനി ജബ്ബാറൻ ഷഖിയാ, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ഞാൻ ഇതാ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എൻ്റെ മാതാവായ മറിയമിനോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറാൻ ഞാൻ ഇതാ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. സൂറത്തുൽ അൻകബൂത്തിന്റെ 8-ാമത്തെ ആയത്ത് വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹുസ്നാ, നീ നിന്റെ മാതാപിതാക്കളോട് ഏറ്റവും നന്നായി പെരുമാറണമെന്ന് ഞാനിതാ നിന്നോട് വസിയത്ത് ചെയ്യുന്നു. അല്ലാഹ് പറയുകയാണ് മനുഷ്യനോട് വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബിമാ ലൈസ ലക ബിഹി ഇൽം ഫലാ തുതിഇഹുമാ, ഇനി അവർ നിന്നോട് എന്നിൽ പങ്കു ചേർക്കാൻ കൽപ്പിക്കുകയാണെങ്കിൽ നീ അവരനുസരിക്കേണ്ടതില്ല. സൂറത്തുൽ ലുഖ്മാനിന്റെ 14-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറയുന്നു വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലത്ഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ വഫിസാലുഹു ഫി ആമൈനി അനിഷ്കുർ ലീ വലിവാലിദൈക ഇലയ്യൽ മസീർ. മനുഷ്യനോട് ഞാൻ വസിയത്ത് ചെയ്യുന്നു അവന്റെ മാതാപിതാക്കളോട് നന്മയിൽ വർത്തിക്കാൻ. കാരണം പ്രയാസങ്ങൾക്ക് മേൽ പ്രയാസം സഹിച്ചിട്ടാണ് അവന്റെ ഉമ്മ അവനെ ഗർഭം ചുമന്നത്. മാത്രമല്ല അവന് 2 വർഷം മുലയൂട്ടിയതും ഒരുപാട് പ്രയാസങ്ങൾക്ക് നടുവിലൂടെയാണ്. സൂറത്തുൽ അഹ്കാഫിന്റെ 15-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു പറയുന്നു വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലത്ഹു ഉമ്മുഹു കുർഹൻ അലാ കുർഹ്
നിന്റെ ഉമ്മയോടും മാതാപിതാക്കളോട് ഏറ്റവും നന്നായി പെരുമാറാൻ മനുഷ്യനോട് ഞാൻ കൽപ്പിക്കുന്നു. കാരണം അവൻ്റെ ഉമ്മ അവന് ഗർഭം ചുമന്നത് അങ്ങേയറ്റം പ്രയാസം അനുഭവിച്ചിട്ടാണ്. ഇനിയും ആയത്തുകളുണ്ട്, എത്രയോ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കളോട് നീ ഏറ്റവും നന്നായി വർത്തിക്കണമെന്ന് ആവർത്തിച്ച് മനുഷ്യനെ പഠിപ്പിക്കുന്നു. എന്താ കാരണം? ചിന്തിച്ചിട്ടുണ്ടോ പെങ്ങളെയും? എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? പടച്ചോനറിയാം ഈ ഉമ്മയും വാപ്പയും, നീ ഇന്ന് 15, 20, 30, 40 വയസ്സുള്ള ഒരു മനുഷ്യനായി 2 കാലിൽ നിവർന്നു നിന്ന് അന്തസ്സോടെ ആഭിജാത്യത്തോടെ നീ ജീവിക്കുന്നതിന് ആ 2 മനസ്സുകളിൽ നിന്നും ശരീരത്തിൽ നിന്നും പൊഴിഞ്ഞുപോയ കാലങ്ങൾ എത്രയാണ്, ഉതിർന്നു വീണ കണ്ണുനീർ എത്രയാണ്, പ്രയാസങ്ങൾ എത്രയാണെന്ന് ഏറ്റവും നന്നായി അറിയുന്നവൻ അല്ലാഹുവാണ്. അതുകൊണ്ടാണ് പടച്ചോൻ പറഞ്ഞത് വവസ്സൈനൽ ഇൻസാൻ, ഞാൻ വസിയത്ത് ചെയ്യുന്നതാണ്, കൽപ്പനയല്ല, വസിയത്താണ്, ഒരിക്കലും ലംഘിക്കാൻ പാടില്ല. അത്രക്ക് ഗൗരവത്തോടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. ഇവിടെ അല്ലാഹു ഹമലതു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ, വഹ്നിന്റെ മേൽ വഹ്ൻ അനുഭവിച്ചിട്ടാണ് അവന്റെ ഉമ്മ അവനെ ചുമന്നത്. എന്താണ് വഹ്ൻ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസമാണിത്. നമുക്ക് പറഞ്ഞറിയിക്കേണ്ട കാര്യം, ഒരു മനുഷ്യൻ, ഒരു പെണ്ണ് പ്രസവത്തിന്റെ സമയത്ത് അനുഭവിക്കുന്ന പ്രയാസം യഥാർത്ഥത്തിൽ മനസ്സിലാവും അവന്റെ കല്യാണം കഴിഞ്ഞ് അവന്റെ ഭാര്യ ഗർഭിണിയായാലാണ്. അപ്പോഴാണ് അവൻ നേർക്കുനേരെ കാണുന്നത്. സ്വന്തം ഉമ്മ അനുഭവിച്ച പ്രയാസങ്ങളൊന്നും കാണാനുള്ള അവസരം പടച്ചോൻ അവന് കൊടുത്തിട്ടില്ല. ഒന്ന് കിടക്കാൻ, ഒന്ന് ഇരിക്കാൻ, ഒന്ന് കഴിക്കാൻ, ഒന്ന് കുടിക്കാൻ, ഒന്ന് നടക്കാൻ, ഇഷ്ടമുള്ള എന്ത് കാര്യമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉമ്മാക്ക് നമ്മെ ചുമക്കുന്ന സമയം കഴിഞ്ഞത്. പണ്ട് ഒരു ഉദാഹരണം പറയാറുണ്ട്. നമ്മുടെ ചെവിയിലേക്ക് ഒരു പ്രാണി പോയി എന്ന് വിചാരിക്കാം. പണ്ടേ പറയുന്ന, നമ്മൾ കേൾക്കുന്ന ഉദാഹരണമാണ്. നമ്മുടെ ചെവിയിലേക്ക് ഒരു പ്രാണി പോയി എന്ന് വിചാരിക്കാം. അതങ്ങനെ ചെവിയിൽ കിടന്നിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ പ്രയാസപ്പെടുത്തി ബുദ്ധിമുട്ടിച്ച് കുറേ ദിവസം അവിടെ ഇങ്ങനെ കിടന്ന്, എന്നിട്ട് മൂപ്പർ ഇങ്ങനെ ഒരു 3-4 ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ പുറത്തേക്ക് വന്നാൽ നമ്മൾ എന്താ പ്രാണിനെ ചെയ്യുക? എടുത്ത് മുത്തുവോ? അല്ലെങ്കിൽ ആ മോനെ താരാട്ടുപാടും? അതിനെ എന്താണ് നമ്മളതിനെ ചെയ്യുക? മനുഷ്യൻ്റെ സ്വാഭാവികമായ അടിച്ച് അതിനെ കൊല്ലും. ഇനി ഓരോരാളുടെ സൈക്കോപാത്തിക് ലെവൽ അനുസരിച്ച് അത് ഈ 3 ദിവസം മോന് കൊടുത്ത വേദന തിരിച്ചതിന് എങ്ങനെ കൊടുക്കാൻ പറ്റുന്നോ ഗവേഷണം നടത്തും. അതാണ് ചെയ്യുക. ഉമ്മ അനുഭവിച്ച പ്രയാസം എത്രയാണ്? ഈ 9 മാസം. നമ്മൾക്ക് നമ്മുടെ വീട്ടിലെ പെങ്ങന്മാരും നമ്മുടെ ഭാര്യമാരൊക്കെ ഗർഭം ചുമക്കുന്ന സമയം അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ നമ്മൾ കാണുന്നത്. രാവിലെ എഴുന്നേറ്റാൽ തുടങ്ങും, എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചാൽ തുടങ്ങും മാനസിക പിരിമുറുക്കങ്ങൾ. ഒരു ഭാഗത്ത് ഒരു പേന താഴേക്ക് വീണാൽ അതൊന്ന് കുനിഞ്ഞെടുക്കാൻ പറ്റൂല, അത്രമാത്രം പ്രയാസം. പോട്ടെ, ഈ പ്രയാസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന ഒരു രംഗമുണ്ട്. മരണവേദന സഹിച്ചിട്ടാണത്. മരണവേദന സഹിച്ചിട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഗർഭിണികളായ ആളുകളെ. വേദന വന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ കാർ ഓടിക്കുന്ന മനുഷ്യൻ്റെ കൈകൾ വിറക്കും. നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല. അത് അത്രയും പ്രയാസം. ആ വേദന മുഴുവൻ, എത്രയോ എല്ലുകളെ ശരീരത്ത് ഒരുമിച്ച് നുറുങ്ങുന്നതിൻ്റെ വേദനയാണ് അത്ര ഒരു പ്രസവം നടത്തുമുണ്ടാവുക. ഈ വേദന മുഴുവൻ തന്നിട്ടൊരു കുഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ ആ ഉമ്മ, പ്രസവിച്ച് തളർന്ന മാതാവ്, ആ കുഞ്ഞിനെ കൈ കിട്ടുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചെവിയിൽ നിന്ന് പ്രാണി പുറത്തേക്ക് വന്ന പോലെയുള്ള ഒരു മനോനിലയോടുകൂടിയാണ് ഉമ്മ ആ കുഞ്ഞിനെ സ്വീകരിക്കുന്നത്? അല്ലല്ലോ. സ്നേഹവായ്പോടുകൂടി വാത്സല്യത്തിൻ്റെ പാരമ്യതയിലാണ് ആ ഉമ്മ കുഞ്ഞിനെ സ്വീകരിക്കുന്നത്. എന്നിട്ട് നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു. പിന്നെ അതിൻ്റെ ഓരോ ഉമ്മമാർ, ഈ കുട്ടികളുടെ ഓരോ കളികളും ഓരോ അനക്കങ്ങളും ഓരോ മുഖഭാവങ്ങളും അവർക്ക് വലിയ ആസ്വാദനമാണ്. ഇപ്പോൾ പിന്നെ ഒരു കുട്ടിയൊന്ന് ചെറുതായിട്ടൊന്ന് ഒച്ച ഉണ്ടാക്കിയാൽ ഉമ്മ പറയും, ഓ കണ്ടോ കണ്ടോ. നമുക്ക് വലിയ അത്ഭുതമൊന്നും തോന്നില്ല ചിലപ്പോൾ, പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ സംഗതിയാണ്, വലിയ കാര്യം. നമ്മൾ പറയും കൈ വളരുന്നോ കാല് വളരുന്നോ നോക്കിയിട്ടാണ് ഓരോ ഉമ്മയും കുട്ടികളെ വളർത്തുക. ഉറങ്ങാൻ പറ്റുമോ? ശരിക്ക് ഉറങ്ങാൻ പറ്റുമോ? പാല് കൊടുത്തെങ്ങാനും ഉറങ്ങിപ്പോയാൽ ഞെട്ടി എഴുന്നേൽക്കും. കാരണം കുട്ടിയുടെ മുഖത്ത് തുണി വീണിട്ടുണ്ടോ, വേറെന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ? ഇനി കരയാൻ അങ്ങോട്ട് തുടങ്ങിയാലോ, ഇതെന്തിനാണ് കരയണതെന്ന് പറയാൻ ഈ കുട്ടിക്ക് പറ്റുമോ? വയറുവേദനയായിരിക്കും, തലവേദനയായിരിക്കും. കരച്ചിൽ നിർത്തുന്നില്ലെങ്കിൽ പിന്നെ നട്ടപ്പാതിരാക്ക് ഡോക്ടറെ അടുത്ത് ഓടലായി, അവിടുന്ന് ബേജാറായി, പ്രയാസമായി. ഡോക്ടർമാർ എത്ര ചീത്ത പറഞ്ഞാലും എത്ര ശകാരിച്ചാലും ആ ഡോക്ടർ മുന്നിൽ തലതാഴ്ത്തി നിൽക്കാൻ, തൻ്റെ കുഞ്ഞിൻ്റെ, മറ്റുള്ളവരുടെ മുന്നിൽ വളരെ സ്ട്രോങ് ആയി നിൽക്കുന്ന ആളായിരിക്കും, പക്ഷെ തൻ്റെ കുഞ്ഞിൻ്റെ ഭാവിയും ആരോഗ്യമോർത്ത് ഒരു ഉപ്പ എത്ര വേണമെങ്കിലും തലതാഴ്ത്തും, ഒരു ഉമ്മ എത്ര വേണമെങ്കിലും കേൾക്കും. ആ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഏത് സ്കൂളിന്റെ മാനേജ്മെന്റിലും പോയിട്ട് തലതാഴ്ത്തി എരന്നു നിൽക്കും ഉമ്മയും ഉപ്പയും. നമ്മൾ കാണുന്നതല്ലേ ആ കാഴ്ചകൾ പ്രിയപ്പെട്ടവരെ. ആ ഉമ്മ ലേബർ റൂമിന്റെ ഉള്ളിൽ പ്രസവിക്കുന്ന സമയം അതോ അതിനോളം വരുന്ന വേദന മനസ്സിലനുഭവിച്ചിട്ടാണ് ഉപ്പ പുറത്ത് കാത്തിരിക്കുന്നത്, ആ മകനൊന്ന് കാണാൻ വേണ്ടി, മകളൊന്ന് കാണാൻ വേണ്ടി.
അവിടുന്ന് അങ്ങോട്ട് അവരുടെ ജീവിതം പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിൽ കഴുതകളുടെ ജീവിതമാണ്, ഭാരം ചുമക്കുന്ന കഴുതകളുടെ ജീവിതം അല്ലേ? ഉമ്മയും ഉപ്പയും നമുക്ക് വേണ്ടിയാണ് കഴുതകളായത്, നമുക്ക് വേണ്ടിയാണ് മൃഗങ്ങളായത്. അവരുടെ സുഖങ്ങൾ വേണ്ടാന്ന് വെച്ചത്, അവരുടെ സന്തോഷങ്ങൾ വേണ്ടാന്ന് വെച്ചത്, എല്ലാം ത്യജിച്ചത്, ഉറക്കം വേണ്ടാന്ന് വെച്ചത്, ഊണ് വേണ്ടാന്ന് വെച്ചത്. കണ്ടിട്ടില്ലേ പ്രവാസ ജീവിതത്തിൽ പല ആളുകളെയും അന്തസ് ഇവിടെ ഈ നാട്ടിൽ വീട്ടിന്റെ ഉള്ളിൽ പെട്ടിയിൽ അടച്ചു വെച്ചിട്ടാണ് പല ആളുകളും ഗൾഫിലേക്ക് പോകുന്നത്. അറബി മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പിയാലും ആ ഉമിനീര്, ആ തുപ്പൽ കൈകൊണ്ട് തുടച്ചിട്ട് ഒരു ചമ്മിയ ചിരിച്ചിരിക്കും, എന്നിട്ട് വീണ്ടും പണിയെടുക്കും. എന്തിനാണെന്നറിയോ? വയറിന്റെ പശിയടക്കാനല്ല. മാസത്തിൽ 1-ാം തീയതിയാകുമ്പോ തന്റെ പണം കാത്തിരിക്കുന്ന പിറക്കമുറ്റാത്ത തന്റെ മക്കളുണ്ട് നാട്ടിൽ, പഠിക്കുന്ന മക്കളുണ്ട് നാട്ടിൽ, തന്നെ കാത്തിരിക്കുന്ന ഭാര്യയുണ്ട് നാട്ടിൽ. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ കോമാളി വേഷങ്ങൾ മുഴുവനും കെട്ടുന്നത്. നാട്ടിലെ കല്യാണങ്ങൾ നടക്കുമ്പോ വീഡിയോ കോൾ വിളിച്ചിട്ട് ആ വീഡിയോ കോളിലൂടെ നിറകണ്ണുകളുമായി ഒന്ന് ആ ഫോൺ ഇങ്ങോട്ട് മാറ്റിപ്പിടിച്ചിട്ട് പല ഉപ്പമാരും കണ്ണ് തുടക്കുന്നുണ്ടാവും. പെരുന്നാൾ നടക്കുന്നുണ്ട്, കുടിയൽ നടക്കുന്നുണ്ട്, കല്യാണാഘോഷങ്ങൾ നടക്കുന്നുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്. അതിനൊന്നും പങ്കെടുക്കാതെ ഈ പിതാക്കന്മാർ അറബിയുടെ ആട്ടും തുപ്പലുമേറ്റ് ഒരു സെക്കൻഡറി സിറ്റിസണായി ഒന്ന് അന്തസ് പോലും ഇല്ലാത്ത പല പണികളും എടുക്കുന്നത് സ്വന്തം മക്കളെ പോറ്റി വളർത്തുന്നതിന് വേണ്ടി തന്നെയാണ് പ്രിയപ്പെട്ടവരെ. അത് അവർക്കൊരു പ്രയാസമായിട്ട് തോന്നിയിട്ടില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ 12-13 മണിക്കൂർ പണിയെടുത്ത് വായിക്ക് രുചിയുള്ള ഒരു ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ റൂമിൽ വന്ന് തിരിച്ച് കിടന്നുറങ്ങുമ്പോ ആ മക്കളുടെ 2 സംസാരം മാത്രം മതി, ആ മക്കളുടെ 2 വാക്കുകൾ മാത്രം മതി. കഴിഞ്ഞ മണിക്കൂറുകളിൽ അയാൾ അനുഭവിച്ച ചൂട് മുഴുവൻ ആ മനുഷ്യൻ മറക്കാൻ, കഴിഞ്ഞ മണിക്കൂറുകളിൽ ആ മനുഷ്യൻ സഹിച്ച പ്രയാസങ്ങൾ മുഴുവൻ ഒരു നിമിഷം മറക്കാൻ. അതുപോലെ തന്നെ നമ്മുടെ ഉമ്മയും ദാരിദ്ര്യം അറിയിച്ചു തന്നിട്ടില്ല. അടുപ്പിൽ പുകയാത്ത സമയത്ത് പോലും മറ്റുള്ളവരുടെ മുന്നിൽ ഇരന്നിട്ട് സ്വന്തം മക്കളുടെ പശിയടക്കിയ മാതാക്കളുണ്ട്. പിതാക്കൾ മരിച്ചുപോയി പറക്കമുറ്റാത്ത മക്കളെ പോറ്റു വളർത്തുന്നതിന് വേണ്ടി അന്യന്റെ വീട്ടിലെ പാത്രത്തിന്റെ എച്ചിൽ കഴുകി അവിടെയും തന്റെ അന്തസ് പണയം വെച്ച് തന്റെ മക്കൾ പട്ടിണി കിടക്കരുത്, അവർ പ്രയാസപ്പെടരുത് എന്ന് നിർബന്ധം പിടിക്കുന്ന മാതാപിതാക്കളുണ്ട്. ഈ സംവിധാനം മാതാപിതാക്കളുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്തത് അള്ളാഹുവാണ്. എത്ര ആത്മാർത്ഥമായിട്ടാണ് പടച്ചോൻ ഈ മാതാപിതാക്കൾ മക്കൾക്ക് നൽകിയ സ്നേഹമെന്ന് അറിയുന്നവനാണ് റബ്ബ്. അതുകൊണ്ടാണ് റബ്ബ് പറഞ്ഞത് വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാന. മനുഷ്യരോട് നാം കൽപ്പിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു അവരുടെ മാതാപിതാക്കളോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറാൻ. പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ വിഷയം അതാണ്, അവർ നമുക്ക് വേണ്ടി മാറ്റിവെച്ച ജീവിതത്തിലെ ത്യാഗം, അവർ നമുക്ക് വേണ്ടി അനുഭവിച്ച പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ. രണ്ടാമത്തെ വിഷയം എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ? മാതാപിതാക്കളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വീഴാൻ നമ്മൾ കാരണക്കാരായാൽ വല്ലാഹി റബ്ബിനെ തന്നെയാണ് സത്യം, അർശിന്റെ ഉടമസ്ഥനായ പടച്ചവനെ തന്നെയാണ് സത്യം, അതിന് കണക്ക് പറയാതെ മലക്കുൽ മൗത്തിനെ നമ്മൾ കാണില്ല. ഉറപ്പാണത്. ഈ ദുനിയാവിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അത് പഠിപ്പിക്കും. ഒന്നുകിൽ നമ്മുടെ മക്കളെ കൊണ്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല അത് പഠിപ്പിച്ചിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. പണ്ട് ഒരു മകൻ, ഒരു ഉപ്പ വയസ്സായി, രോഗിയായി, കുറേ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി, അങ്ങനെ അയാൾ വലിയ ഭാരമായിട്ട് അയാളെ കൊല്ലാൻ കൊണ്ടുപോകുന്ന ഒരു പാറമടക്കിലേക്കാണ്. പാറമടക്കിലെത്തിയപ്പോ ആ പാറമടയിൽ ഒരു മകൻ തൻ്റെ പിതാവിനെ വലിച്ചെറിയാൻ വേണ്ടിയിട്ട് ഒരു കൊല്ലിയുടെ അടുത്തെത്തി. അപ്പോ ആ ഉപ്പ മോനോട് പറഞ്ഞു, മോനെ നീ കുറച്ചുകൂടി തെറ്റി നിന്നിട്ട് അവിടെ എന്നെ വലിച്ചെറിയണം. അപ്പോൾ മോൻ ചോദിച്ചു, എന്താ ഉപ്പ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം? അപ്പോൾ ഉപ്പ മറുപടി പറഞ്ഞത്രേ, ഇവിടുന്ന് കുറച്ച് മാറി ആ സ്ഥലത്ത് നിന്നാണ് ഞാൻ എൻ്റെ ഉപ്പാനെ വർഷങ്ങൾക്ക് മുമ്പ് വലിച്ചെറിഞ്ഞത്, അതുകൊണ്ട് അവിടെ നിന്ന് തന്നെ നീ എന്നെ വലിച്ചെറിയണം എന്ന് പറഞ്ഞു എന്നാണ്. ഒരു പിതാവ് മരിച്ചിട്ട് ആ പിതാവിന് ഭക്ഷണം കൊടുത്തിരുന്ന പഴയ പാത്രങ്ങളും അദ്ദേഹം ഉപയോഗിച്ചിരുന്ന പഴയ വസ്ത്രങ്ങളും പഴയ പുതപ്പുകളും എല്ലാം ചുരുട്ടിക്കൂട്ടി കത്തിക്കാൻ പോകുമ്പോൾ ചെറിയ 5 വയസ്സുള്ള മകൻ വന്നിട്ട് ആ പാത്രം ഇങ്ങനെ എടുത്തു വെക്കാണ്. പാത്രം എടുത്തു വെച്ചിട്ട് പിന്നെ അകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഉപ്പ ചോദിച്ചു, അതെന്തിനാ മോനെ? അപ്പോൾ മോൻ തിരിച്ചു പറഞ്ഞു, ഇത്രേ, ഇത് നിങ്ങൾക്ക് വയസ്സായാലും ഭക്ഷണം തരാൻ വേണ്ടിയിട്ടാണ്. ഇതിലല്ലേ ഉപ്പ ഭക്ഷണം കഴിച്ചിരുന്നത്. ഞാൻ വലുതായി, നിങ്ങൾ വയസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭക്ഷണം തരാൻ വേണ്ടിയിട്ടാണ് ഈ പാത്രം എന്ന് പറഞ്ഞിട്ട് ആ പാത്രം ആ മകൻ എടുത്തു വെച്ചത്ര. പ്രിയപ്പെട്ടവർ, ഈ
ദുനിയാവിൽ അനുഭവിക്കാതെ പോകാൻ നമുക്ക് കഴിയില്ല. മാതാവിൻ്റെയോ ഉമ്മയുടെയോ ഉപ്പയുടെയോ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വീഴാൻ നമ്മൾ കാരണക്കാരായിട്ടുണ്ടെങ്കിൽ ഈ ദുനിയാവിൽ നിന്ന് അനുഭവിക്കാതെ പോകാൻ തീർച്ചയായും നമുക്ക് കഴിയില്ല. എണ്ണി എണ്ണി കണക്ക് പറയേണ്ടി വരും. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് പ്രിയപ്പെട്ടവരെ. ജുറൈദ് എന്ന് പറയുന്ന ആബിദായ മനുഷ്യൻ, സദാസമയവും അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തിരുന്ന മനുഷ്യൻ, അദ്ദേഹം ഉമ്മാനെ ബുദ്ധിമുട്ടിച്ചിട്ടൊന്നുമില്ല, ഉമ്മാനെ പ്രയാസപ്പെടുത്തിയിട്ടൊന്നുമില്ല, തെറി വിളിച്ചിട്ടൊന്നുമില്ല. പിന്നെ എന്താണ് സംഭവം? അദ്ദേഹം നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ഉമ്മ പുറത്തുനിന്ന് വന്ന് വിളിച്ചു, മോനെ. നിസ്കാരത്തിലായോണ്ട് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. 3 ദിവസം ഇത് ആവർത്തിച്ചു. ആ മാതൃ മനസ്സ് വേദനിച്ചു. അവർ പറഞ്ഞു, അള്ളാഹു ഒരു വേശ്യയുടെ ആരോപണം നിന്നിൽ ഏൽപ്പിച്ചിട്ടല്ലാതെ നീ മരിക്കില്ല എന്ന് അവർ ശപിച്ചു. ആ ശാപം വളരെ കൃത്യമായി ജുറൈജിന്റെ ജീവിതത്തിൽ ആ ഉമ്മയുടെ മരണശേഷം കണ്ടെത്തി എന്നുള്ളതാണ്, വന്നു എന്നുള്ളതാണ്. ആ നാട്ടിലെ വളരെ വൃത്തികെട്ട ഒരു അഭിസാരിക, അവർക്ക് ജനിച്ച കുഞ്ഞിന്റെ പിതൃത്വം ഈ ജുറൈജ് എന്ന് പറയുന്ന മഹാനുഭവന്റെ മനുഷ്യന്റെ മേലെ കെട്ടിവെച്ചു. ആളുകൾ ജുറൈജിന്റെ മിഹ്റാബിന്റെ മുന്നിൽ തടിച്ചുകൂടി. ഇതായിരുന്നല്ലേ നിന്റെ യഥാർത്ഥ സ്വഭാവം, നീ പകൽമാന്യനായിരുന്നല്ലേ എന്ന് പറഞ്ഞ ആളുകൾ കുത്തുവാക്ക് പറയാൻ തുടങ്ങി. അവസാനം അത്ഭുതകരമായ രീതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ജുറൈജ് എന്ന് പറയുന്ന ആബിദായ മനുഷ്യനെ ആരോപണത്തിൽ നിന്ന് രക്ഷിച്ചത്. നമ്മുടെ ഉമ്മയുടെയോ ഉപ്പയുടെയോ ഹൃദയം ഒരു നിമിഷം, ഒരു പക്ഷെ അവർ വാക്കുകൊണ്ട് പറയില്ലായിരിക്കാം പ്രിയപ്പെട്ടവരെ, അവർ ശപിക്കില്ലായിരിക്കാം, പക്ഷേ അള്ളാഹു നോക്കുന്നത് ഹൃദയത്തിലേക്കാണ്, മനസ്സിലേക്കാണ്. ആ മനസ്സ് നീറിയിട്ടുണ്ടെങ്കിൽ, ആ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ, ആ വേദന പ്രാർത്ഥനയായി പടച്ചോൻ എടുക്കുകയും ചെയ്യും, ഈ ദുനിയാവിൽ വെച്ച് തന്നെ അത് തരുകയും ചെയ്യും. പല ആളുകളെ നിങ്ങൾ നോക്കിക്കോ, ജീവിതത്തിൽ പ്രയാസപ്പെടുന്ന ഒരു മൃഗത്തിന്റെ വില പോലും ഇല്ലാതെ, നാട്ടാർക്കും വേണ്ടാതെ, വീട്ടാർക്കും വേണ്ടാതെ, പരിചയക്കാർക്കും വേണ്ടാതെ, ഒരു വിലയുമില്ലാതെ നാട്ടിൽ നടക്കുന്ന മനുഷ്യന്മാരുടെ പാസ്റ്റ് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കണം, ഭൂതകാലം നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കണം. മാതാപിതാക്കളുടെ നിന്ദിച്ചവനായിരിക്കും. ഹുഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളുടെ നിന്ദിക്ക എന്നത് വൻപാപത്തിൽ എണ്ണിയിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ ദുനിയാവിൽ അതിന് കണക്ക് പറയാതെ നമുക്കൊരിക്കലും പോകാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ. മൂന്നാമത്തെ വിഷയം, വളരെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു, റിദല്ലാഹു ഫീ റിദൽ വാലിദൈൻ വസുഖ്തുല്ലാഹു ഫീ സുഖ്തുൽ വാലിദൈൻ. നിനക്ക് അല്ലാഹുവിന്റെ തൃപ്തി വേണോ? മാതാപിതാക്കളുടെ തൃപ്തിയിൽ അതുണ്ട്. നിനക്ക് അല്ലാഹുവിന്റെ വെറുപ്പ് വേണോ? മാതാപിതാക്കളുടെ വെറുപ്പിലും അതുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ വാലിദു ഔസതു മിൻ അബ്വാബിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ നടുവിലുള്ള ാണ് മാതാപിതാക്കൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ, അദ്ദേഹം മരിച്ചപ്പോ ആ മകന്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് ധാരധാരയായി ഒഴുകാണ്. ആളുകൾ ചോദിച്ചു, മോനെ നീ എന്താണ് ഇങ്ങനെ കരയുന്നത്, എന്താണ് നിന്നെ ഇങ്ങനെ പ്രയാസപ്പെടുത്തുന്നത്? ആ മകൻ പറഞ്ഞു, അത്രേ, എനിക്ക് എന്റെ വാപ്പ മരിച്ചതിലുള്ള ദുഃഖമല്ല, പക്ഷേ സ്വർഗത്തിലേക്കുള്ള ഒരു വാതിൽ അടഞ്ഞുപോയി എന്ന് ചിന്തിക്കുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എന്റെ പ്രയാസത്തെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നാണ് ആ മനുഷ്യൻ മറുപടി പറഞ്ഞത്. യമനിൽ നിന്ന് ഒരു മനുഷ്യൻ, ഒരാൾ, ഒരു സഹാബി റസൂലിനെ കാണാൻ വന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ജിഅ്തുക മിൻ യമൻ, ഞാൻ യമനിൽ നിന്നാണ് അങ്ങയുടെ അടുത്തേക്ക് വരുന്നത്, ഇസ്ലാം സ്വീകരിക്കാൻ, അങ്ങയുടെ കൂടെ പ്രവർത്തിക്കാൻ, ജിഹാദ് ചെയ്യാൻ, യുദ്ധം ചെയ്യാൻ, ഷഹീദാവാൻ. ഞാൻ യമനിൽ എൻ്റെ മാതാപിതാക്കളെ ഉപേക്ഷിച്ചിട്ടാണ് വന്നത്. വഹും യബ്കിയാൻ, ഞാൻ അവിടുന്ന് വരുമ്പോൾ അവർ രണ്ടുപേരും കരയുകയായിരുന്നു. ആ സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യനോട് തിരിച്ചു പറഞ്ഞു, നീ വന്നത് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാണോ? നീ വന്നത് അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയാണോ? ഫർജി ഇലൈഹിമാ, എങ്കിൽ നീ നിന്റെ മാതാപിതാക്കളുടെ അടുത്തേക്ക് തിരിച്ചു പോകുക. അവിടെയാണ് അള്ളാഹുവിന്റെ തൃപ്തിയുള്ളത്, അവിടെയാണ് അള്ളാഹുവിന്റെ ഋള ഉള്ളത്. എന്നിട്ട് നീ അവരെ ചിരിപ്പിക്കുക. കരയിപ്പിച്ചിട്ടല്ല നീ ഇങ്ങോട്ട് വന്നത്, അവരെ നീ ചിരിപ്പിക്കുക. അവരുടെ ചിരിയിലാണ് അള്ളാഹുവിന്റെ തൃപ്തിയുള്ളത്, അവരുടെ കരച്ചിലാണ് അള്ളാഹുവിന്റെ വെറുപ്പുള്ളത്. പ്രിയപ്പെട്ടവരെ, എത്രമാത്രം മഹത്വമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാതാപിതാക്കൾക്ക് നൽകിയത് എന്ന് നിങ്ങൾ നോക്കണം പ്രിയപ്പെട്ടവരെ. അള്ളാഹുവിന്റെ തൃപ്തിയും സ്വർഗവും കിടക്കുന്നത് മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സൗദി അറേബ്യയിൽ ഒരു കോടതിയിൽ ഒരു കേസ് അടക്കാണ്. എന്താണ് കേസ്? മൂത്ത മകനും ഇളയ മകനും തമ്മിലാണ് കേസ്. വയസ്സായ ഒരു പിതാവിന്റെ സംരക്ഷണം ആര് ഏറ്റെടുക്കും എന്ന വിഷയത്തിലാണ് കേസ് അടക്കുന്നത്. ഓൻ ഏറ്റെടുക്കണം, അല്ല ഓന ഏറ്റെടുക്കേണ്ടത്. ഇനി ഞാൻ കുറെ നാൾ നോക്കിയെന്ന് പറഞ്ഞിട്ടല്ല, ഞാൻ കുറെ നാൾ നോക്കിയിട്ടുണ്ട്, ഇനിയും എനിക്ക് തന്നെ അതിനുള്ള അവസരം കിട്ടണം എന്ന മൂത്ത മകനും, ഇളയ മകൻ എനിക്ക് ഉപ്പാനെ നോക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഇനി എനിക്ക് അവസരം വേണമെന്ന് ഇളയ മകനും. ഇതാണ് കേസ്. ആ കേസിന്റെ അവസാനം
വിധി വന്നു. ഇളയ മകൻ ഇനി കുറച്ചു കാലം ഉപ്പാനെ പരിചരിക്കട്ടെ എന്ന് വിധി വന്നപ്പോൾ പൊട്ടിക്കരഞ്ഞിട്ട് ആ മൂത്ത മകൻ ഇറങ്ങിപ്പോയി. അദ്ദേഹം പറഞ്ഞ വാക്കെന്താ അറിയോ? അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ പറഞ്ഞ അതേ വാക്കാണ്. ആ ജഡ്ജിയുടെ മുഖത്ത് നോക്കി, കോടതിയുടെ വാതിലിന്റെ അടുത്ത് നിന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ജഡ്ജിയോട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അടച്ചു കളഞ്ഞത് എൻ്റെ സ്വർഗത്തിലേക്കുള്ള വാതിലാണ്. നിങ്ങൾ അടച്ചു കളഞ്ഞത് എൻ്റെ സ്വർഗത്തിലേക്കുള്ള വാതിലാണ്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തെ ഏറ്റവും ഭാഗ്യം കെട്ടവനാരാണെന്നറിയോ? ഉമ്മയും ഉപ്പയും ജീവിച്ചിരുന്നിട്ടും സ്വർഗത്തിൽ ഉന്നത സ്ഥാനം കരസ്ഥമാക്കാൻ കഴിയാത്തവനാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യം കെട്ടവൻ. ഓരോളം നിർഭാഗ്യവാനായ മറ്റാരുമില്ല. പ്രിയപ്പെട്ടവരെ, ഉമ്മാന്റെയും ഉപ്പാന്റെയും അടുത്ത് നമ്മളൊന്നിരിക്കുന്നതും അവരോട് സംസാരിക്കുന്നതും അവരുടെ കാര്യങ്ങൾ ചോദിക്കുന്നതും അവരോട് ചിരിക്കുന്നതും അവരെ ചുംബിക്കുന്നതും എല്ലാം അള്ളാഹുവിന്റെ സവിധത്തിൽ വലിയ പ്രതിഫലമുള്ള വിഷയമാണ്, വലിയ ശ്രേഷ്ഠതയുള്ള വിഷയമാണ്. അതുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരോട്, ഉമ്മയും ഉപ്പയും ജീവിച്ചിരിക്കുന്ന ഭാഗ്യവാന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഒരു നിമിഷം പോലും നിങ്ങൾ പാഴാക്കി കളയരുത്. ഉമ്മാനെ സന്തോഷിപ്പിക്കാൻ കഴിയുന്ന, ഉപ്പാനെ സന്തോഷിപ്പിക്കാൻ കഴിയുന്ന ഒരു നിമിഷം പോലും നിങ്ങൾ പാഴാക്കി കളയരുത് എന്ന് ഞാൻ പറയുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മാതാപിതാക്കളെ ഏറ്റവും നല്ല രീതിയിൽ പരിചരിക്കുന്ന, അവരിലൂടെ അല്ലാഹുവിന്റെ തൃപ്തി നേടിയെടുക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ വനസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله الصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന സ്വന്തത്തെയും നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്. സൂറത്തുൽ ഇസ്രായേലിൻ്റെ 23-ാമത്തെയും 24-ാമത്തെയും ആയത്ത് നിങ്ങളൊന്ന് എടുത്തു നോക്കണം. മാതാപിതാക്കളോട് സാധ്യമായി വരാനുള്ള എല്ലാ പെരുമാറ്റത്തെക്കുറിച്ചും പടച്ചവനോട് പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, അത്ഭുതമാണ് ആ രണ്ടായത്തുകൾ. അള്ളാഹു പറയാൻ, വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ്, നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു അവനെ അല്ലാതെ മറ്റാരെയും ആരാധിക്കരുത്. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് ഏറ്റവും നന്നായി പെരുമാറാനും. അവിടുന്ന് അങ്ങോട്ട് പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചു കേട്ടോ. ഉറങ്ങുന്ന ആളുകളൊക്കെ ഒന്ന് എഴുന്നേറ്റോ, എന്നിട്ട് ശ്രദ്ധിച്ചു കേട്ടോ അവിടുന്ന് അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ. എന്താ പറയുന്നത്? ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബർ, അവരിൽ ആരെങ്കിലും ഒരാൾ ഉണ്ടെങ്കിൽ നിന്റെ അടുത്ത്, അൽ കിബർ വാർദ്ധക്യ സഹതമായ അവസ്ഥയിൽ, അഹദുഹുമാ ഔ കിലാഹുമാ, അവരിൽ ഏതെങ്കിലും ഒരാളോ അല്ലെങ്കിൽ രണ്ടുപേരോ നിന്റെ അടുത്തുണ്ടെങ്കിൽ, ഇന്നവർ വൃദ്ധരാണ്, ആ വാർദ്ധക്യത്തിലാണ് അവർ എന്ന അവസ്ഥയിൽ നിന്റെ അടുത്ത് അവരുണ്ടെങ്കിൽ, അള്ളാഹു പറയാൻ, പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാം വരാനുള്ളൊരവസ്ഥയാണ്. ലോകം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞിട്ട് ഒന്നും അറിയാത്തൊരവസ്ഥയിലേക്ക്, സ്വന്തം മക്കളോട് നിന്റെ പേരെന്താന്ന് ചോദിക്കുന്നൊരവസ്ഥയിലേക്ക് അവസാനം നമ്മൾ എത്തിപ്പെടും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മോശമായ വാർദ്ധക്യത്തിൽ നിന്ന് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും കാവലിനെ തേടാൻ പഠിച്ചോൻ പറഞ്ഞിട്ടുണ്ട്. റബ്ബി അസ്അലുക ഖൈറ റബ്ബി അഊദു ബിക മിനൽ കസലി വസൂഇൽ കിബർ, മടിയിൽ നിന്നും മോശമായ വാർദ്ധക്യത്തിൽ നിന്നും. ആ വാർദ്ധക്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ സ്വന്തം പേരക്കുട്ടികളെ കണ്ടാൽ തിരിച്ചറിയില്ല, സ്വന്തം വീട്ടിലേക്കുള്ള വഴി മറന്നു പോവും. അതുപോലെ തന്നെ കാർക്കിച്ചിട്ട് കോലായിലെ ടൈലിലും മാർബിളിലും തുപ്പിക്കളയും. ആളുകൾ ഇങ്ങനെ പുറത്തുനിന്ന് വരുമ്പോൾ വേണ്ടാത്ത വാക്കുകൾ പറയും. കുറച്ചു മുമ്പ് ഭക്ഷണം കഴിച്ചാൽ എനിക്കിവിടെ ആരും ഒന്നും തരുന്നില്ല, ഞാൻ പട്ടിണിയിലാണ് എന്ന് നാട്ടുകാരോട് പറഞ്ഞു നടക്കും. ഇതെല്ലാം വാർദ്ധക്യ സഹജമായ അവസ്ഥയാണ്. ഈ വാർദ്ധക്യത്തിന്റെ ബോധക്കേടിൽ കാണുമ്പോൾ ചീത്ത പറയും, ചിലപ്പോൾ തെറി വിളിക്കും, കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും, പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ മരുന്ന് വാങ്ങിച്ചു കൊടുത്താൽ കഴിക്കില്ല. ഇങ്ങനെ പല സ്വഭാവങ്ങളും അവരുടെ അടുത്തുണ്ടാകും. എന്നിട്ട് അള്ളാഹു പറയുന്നത് അറിയോ? അങ്ങനെ നിന്റെ അടുത്ത് അവർ രണ്ടുപേരുമോ ആരെങ്കിലും ഒരാളോ ഉണ്ടെങ്കിൽ ഫലാ തഖുൽ ലഹുമാ ഉഫ്, ചേന്നാണ് പണ്ടേ നമ്മൾ പറയാറുള്ളത്. ചേതിനേക്കാൾ താഴെ, ചേയല്ല അതിൻ്റെ യഥാർത്ഥ ഉഫ് എന്ന് പറഞ്ഞാൽ ചേയല്ല, ചേ എന്ന വാക്കിനേക്കാൾ താഴെയുള്ളതാണ്. നമ്മൾ പറയില്ലേ ഉഫ്, ഓ നീരസത്തോടെ നമ്മൾ പറയില്ലേ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ വയസ്സായ വീട്ടിൽ വാർദ്ധക്യം വന്ന് എല്ലാം ഓർമ്മ നശിച്ചു പോയ ഉമ്മ അല്ലെങ്കിൽ ഉപ്പ, ആരെങ്കിലും ഒരാൾ ഞാൻ പറഞ്ഞതുപോലെ പിന്നെ സെൻട്രലിൻ്റെ നടുവിലോ അല്ലെങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും സ്ഥലത്തോ ഒന്ന് തുപ്പേ മൂത്രമൊക്കെ ചെയ്താൽ ഓഹ് എന്ന് പറയില്ലേ, അതുപോലും പാടില്ല.
അതുപോ സുബ്ഹാനല്ലാഹ്, നമ്മളൊക്കെ എവിടെ നിൽക്കുന്നു? ഖുർആൻ്റെ അധ്യാപനം എവിടെ നിൽക്കുന്നു? നമ്മൾ എവിടെയാണ് പ്രിയപ്പെട്ടവരെ? ഓന്നാണോ നമ്മൾ പറയാ? ആണോ? നമ്മൾ മരുന്ന് വാങ്ങിച്ചു കൊടുത്തിട്ട് ഉമ്മ കുടിച്ചിട്ടില്ലെങ്കിൽ ഉപ്പ കുടിച്ചിട്ടില്ലെങ്കിൽ നാണോ നമ്മൾ പറയാ? നിങ്ങൾ ഡോക്ടറെ കാണിക്കുന്ന എനക്ക് വിരാന്താന്നറിയും, ഒരു മടിയില്ലാതെ നമ്മൾ പറയും ഫലാ തഖുൽ ലഹുമാ ഉഫ്. നീരസം പ്രകടിപ്പിക്കുന്ന ഏറ്റവും ഗൗരവം കുറഞ്ഞ വാക്ക് പോലും നീ അവരോട് പറഞ്ഞു പോകരുത്. വലാ തൻഹർഹുമാ, നിന്റെ മുഖഭാവം കൊണ്ടോ നിന്റെ വാക്കുകൾ കൊണ്ടോ ആ മാതാപിതാക്കളോട് കയർക്കുക പോയിട്ട് മോശമായി സംസാരിക്കാൻ നീ പാടില്ല. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, ഏറ്റവും നല്ല വാക്ക് മാത്രം നീ അവരോട് സംസാരിക്കണം. അവർ നിന്നോട് ചോദിച്ചത് തന്നെ ചോദിച്ചുകൊണ്ടേയിരിക്കും. നിനക്കിഷ്ടമില്ലാത്തത് നിന്നോട് പറയും. നിന്റെ ബിസിനസ് പാർട്ട്ണർമാരുടെ മുന്നിൽ വെച്ച് നിന്നങ്ങ് അപമാനിച്ചു കളയും. നിന്റെ പരിചയക്കാരുടെ, നീ ബഹുമാനിക്കുന്ന ആളുകളുടെ മുന്നിൽ വെച്ച് നിന്റെ സ്റ്റാറ്റസ് താഴ്ത്തിക്കളയും. എല്ലാം അവരുടെ അടുത്തു നിന്നുണ്ടാകും. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, മാന്യമായ വാക്കുകൊണ്ടല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് അവരോട് നീ സംസാരിച്ചു പോകരുത്. കാരണം അങ്ങനെ ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ. നമ്മുടെ ഉപ്പ നമ്മളെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി വാത്സല്യത്തോടെ എടുത്ത് അവരുടെ അടുത്തേക്ക് പോകുമ്പോൾ നമ്മൾ നമ്മുടെ ഉപ്പയുടെ ശരീരത്തേക്ക് കാഷ്ടിച്ചിട്ടും മൂത്രിച്ചിട്ടുമുണ്ട്. നമ്മുടെ ഉമ്മ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയിൽ തന്നെ അവരുടെ മടിയിലേക്ക് നമ്മൾ കാഷ്ടിച്ചിട്ടും മൂത്രിച്ചിട്ടുമുണ്ട്. 3, 4, 5 വയസ്സ് കഴിയുമ്പോൾ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ അവരോട് ചോദിച്ചിട്ടുണ്ട്, ബാപ്പ ഇതെന്താ, ഉമ്മ ഇതെന്താ, ഇതെന്താ, ഇതെന്താ. ഓരോ ചോദ്യം ചോദിക്കുമ്പോഴും ആ ചോദ്യങ്ങൾക്കെല്ലാം മറുപടിയും ഒരു ഉമ്മയുമായിരുന്നു, ഒരു മുത്തവുമായിരുന്നു അവരുടെ മറുപടി. ഇന്ന് അതേ അവസ്ഥയിലേക്ക് അവർ മാറിയിരിക്കാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ അവരിൽ നിന്നുണ്ടായാൽ മാന്യമായ വാക്കുകൊണ്ടല്ലാതെ നീ പ്രതികരിച്ചു പോകരുത്. അള്ളാന്റെ ഭീഷണിയാണിത്. അല്ല നമ്മളോട് അപേക്ഷിക്കല്ല, പടച്ചോന്റെ ഭീഷണിയാണ്. എന്താ ഭീഷണി എന്നറിയോ? അങ്ങനെയല്ലാതെ നീ ചെയ്താൽ നീ വിവരം അറിയും. ആരാ പറയണത്? വിവരം അറിയിക്കാൻ കെൽപ്പുല്ലോണാണ് പറയണത്. വിവരം അറിയിക്കാൻ ശക്തിയുള്ള പടച്ചോനാണ് പറയണത്. അത് തിരിച്ചു തന്നിരിക്കും, അനുഭവിപ്പിച്ചിരിക്കും. എന്നിട്ട് അല്ലാഹു പറയാണ്, നീ അവർക്ക് താഴ്ത്തി കൊടുക്കണം. കാരുണ്യം കൊണ്ടുള്ള നിന്റെ താഴ്മയുടെ ചിറകുകൾ നീ അവർക്ക് താഴ്ത്തി കൊടുക്കണം. നിന്റെ അത്ര വിവരം അവർക്ക് ഉണ്ടാവില്ല. ചിലപ്പോ നീ മനസ്സിലാക്കിയ ആദർശം അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അവർ ശിർക്ക് ചെയ്യുന്നവരായിരിക്കും, ബിദഅത്ത് ചെയ്യുന്നവരായിരിക്കും. പക്ഷേ അവരുടെ മുന്നിൽ നീ താഴ്മയുടെ ചിറക് വിരിച്ചു കൊടുത്തേ പറ്റുള്ളൂ. നിന്റെ ആദർശത്തെ ചിലപ്പോൾ അവർ തെറി പറയും, മോശമായി പറയും. നീ വഹാബിയാണെന്ന് നിന്നെ വിമർശിക്കും. ആ സമയത്തും അവരോട് മോശമായ വാക്കുകൊണ്ട് പ്രതികരിക്കാൻ നിനക്ക് അവകാശമില്ല. അല്ലാഹു അക്ബർ. എന്നിട്ട് അല്ലാഹു പറയാണ്, വഖുൽ, നീ പറയുകയും ചെയ്യുക, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. അല്ലാഹുവേ, എൻ്റെ മാതാപിതാക്കൾക്ക് നീ കരുണ ചെയ്യണേ. എൻ്റെ ചെറുപ്പത്തിൽ അവരെന്നെ സംരക്ഷിച്ചതുപോലെ അതേ അവസ്ഥയിലാണ് അവരിന്ന്. അവർക്ക് നീ കരുണ ചെയ്യണേ എന്ന് ആ മാതാപിതാക്കൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് അവസാനിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അറിയോ? എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഈ കൂട്ടത്തിൽ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ 10, 20, 30 വർഷം കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന, നിങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന ഒരു വസ്തുത എന്തായിരിക്കും അറിയോ? നിങ്ങൾ ആ ഉമ്മയോടും ഉപ്പയോടും പറഞ്ഞ വേദനിപ്പിക്കുന്ന വാക്കുകളായിരിക്കും. അവരുടെ ഹൃദയത്തെ മുറിപ്പിച്ച വാക്കുകളായിരിക്കും. അവരെ നിങ്ങൾ അവഗണിച്ചതായിരിക്കും. ഒരു 10, 20, 30, 40 വർഷം കഴിഞ്ഞാൽ നിങ്ങളുടെ മരണം വരെ നിങ്ങൾ അലറ്റാൻ പോകുന്ന ഏറ്റവും വലിയ വേദന, ഏറ്റവും വലിയ പ്രയാസം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിലെ ഭാഷയിൽ പറഞ്ഞാൽ പാലും തേനും ഊറുന്ന ഭാഷയിൽ മാത്രം അവരോട് സംസാരിക്കുക. ഉപ്പയെയും ഉമ്മയെയും ചുംബിക്കാൻ നാം തയ്യാറാവുക. കുറച്ചൊക്കെ മടിയുണ്ടാവും, നമ്മുടെ ഈഗോ നമ്മളെ സമ്മതിക്കില്ല. പക്ഷെ ആ ഈഗോയെ മറികടന്ന് ഉപ്പയുടെയും ഉമ്മയുടെയും നെറുകയിലേക്ക് നമ്മളൊന്ന് ചുംബിച്ചു നോക്ക്. ചിലപ്പോൾ അവർ മോശമായി പ്രതികരിക്കും. ആ പ്രതികരണം നിങ്ങൾ നോക്കണ്ട. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കരുണ കടാക്ഷമുണ്ടാവും, അള്ളാഹുവിൻ്റെ ഇടപെടലുണ്ടാവും. സ്വന്തത്തോടൊന്ന് ചോദിച്ചു നോക്ക്, എൻ്റെ ഉപ്പാനെ, എൻ്റെ ഉമ്മാനെ ഞാൻ ചുംബിച്ചിട്ട് എന്തെങ്കിലും കാരണം ഉണ്ടായിട്ടല്ല. ചിലപ്പോൾ ഹജ്ജിന് പോകുമ്പോൾ പിടിച്ച് ചുംബിക്കും, അല്ലെങ്കിൽ ഗൾഫിൽ പോകുമ്പോൾ ചുംബിക്കും. എല്ലാ ദിവസവും ഒരു കാരണവുമില്ലാതെ ഉമ്മ എനിക്ക് നിങ്ങൾ ഒരുപാട് ഇഷ്ടമാണ്. നമുക്കിപ്പോൾ ചിലപ്പോൾ ബോറായിട്ട് തോന്നും. പക്ഷെ അള്ളാഹിൻ്റെ മുന്നിൽ അത് വലിയ
വലിയ കാര്യമാണ് പ്രിയപ്പെട്ടവരെ, വലിയ പ്രതിഫലമുള്ള വിഷയമാണ്. അതുകൊണ്ട് അവരെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരവസരം പോലും പാഴാക്കാതിരിക്കുക, അത് ജീവിതത്തിൽ ഉപയോഗിക്കുക. അവർ സ്വർഗത്തിലേക്കുള്ള വിലമതിക്കാനാവാത്ത 2 വാതിലുകളാണ്. എപ്പോഴാണ് ആ വാതിൽ അടഞ്ഞു പോകുക എന്നറിയില്ല. നമ്മുടെ കണ്ണിൽ എല്ലാ ദിവസവും കോലായിൽ ഇങ്ങനെ ഇരിക്കുന്ന ഉപ്പ നമ്മുടെ കണ്ണിലുണ്ട്. എല്ലാ ദിവസവും കട്ടിലിൽ കിടക്കുകയോ അടുക്കളയിൽ നിൽക്കുകയോ ചെയ്യുന്ന ഉമ്മ നമ്മുടെ കണ്ണിലുണ്ട്. ഒരു ദിവസം അവരുടെ മരണത്തിന്റെ വാർത്ത നമ്മൾ കേൾക്കേണ്ടി വരും. അന്നായിരിക്കും പടച്ചോനെ, എത്ര വിലപ്പെട്ടതായിരുന്നു എൻ്റെ ഉമ്മ, എത്ര വിലപ്പെട്ടതായിരുന്നു എൻ്റെ വാപ്പ, ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ റബ്ബേ, അവരുടെ കൂടെ ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ നാഥാ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ സമയത്തായിരിക്കും ആ ഖേദത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇടവരാതിരിക്കട്ടെ. ആ ഖേദിക്കുന്ന ദൗർഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മളെ അല്ലാഹു ഉൾപ്പെടുത്താതിരിക്കട്ടെ. മാതാപിതാക്കളെ ആവോളം സ്നേഹിക്കുന്ന നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഇവരെയും ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, വേറൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് ഉണർത്താനുള്ളത്, ഇന്നത്തെ കളക്ഷൻ ഇന്നും നാളെയും മറ്റന്നാളുമായി എറണാകുളത്ത് ആലുവയിൽ വെച്ച് നടക്കുന്ന പ്രോഫ്കോണിന് വേണ്ടിയിട്ടുള്ളതാണ്. ആ പ്രോഫ്കോൺ എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ വളർന്നു വരുന്ന മക്കൾക്ക് ധാർമ്മികത പകർന്നു കൊടുക്കുന്നതിന് വേണ്ടിയാണ്. ആ പ്രോഫ്കോണിൽ വെച്ച് മാതാപിതാക്കളോട് തെറ്റി നിന്ന ഒരുപാട് മക്കൾ നന്നായിട്ടുണ്ട്. ഉമ്മയുടെയും ഉപ്പയുടെയും വിലയറിയാൻ ഒരുപാട് മക്കൾക്ക്, സന്താനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. തെറിച്ച ജീവിതം നയിച്ചിരുന്ന ഒരുപാട് പ്രൊഫഷണലുകൾ ഈ പരിപാടിയിലൂടെ അള്ളാഹുവിൻ്റെ ദീനിലേക്കും നേർമാർഗ ത്തിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമായൊരു പ്രോഗ്രാമാണ് 3 ദിവസം ആലുവയിൽ നടക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് ബസ് പുറപ്പെടുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ മഹ്മൂദ് ഖാനോട് അല്ലെങ്കിൽ ഇവിടെ പള്ളിയുമായി ബന്ധപ്പെട്ട ആളോട് ചോദിച്ചറിഞ്ഞാൽ മതി. പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്ന നിങ്ങളുടെ മക്കളുണ്ടെങ്കിൽ അവരെ അങ്ങോട്ട് പറഞ്ഞയക്കുക. അതിനുവേണ്ടിയുള്ള കളക്ഷനാണ് ഇന്നിവിടെ നടക്കുന്നത്. വലിയ ചെലവുണ്ട്. 3 ദിവസം കുട്ടികൾ അവിടെ താമസിപ്പിച്ചിട്ടാണ് അവർക്ക് വേണ്ടി 3 ദിവസം തർബീയത്തിൻ്റെ തസ്കിയത്തിൻ്റെ ക്ലാസ്സുകളാണ്. അതിനുവേണ്ടി ചെലവുണ്ട്. അതിലേക്കുള്ള സംഭാവനയാണ് ഇന്ന് ഇവിടുന്ന് പിരിക്കുന്നത്. നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ إنك أنت التواب الرحيم. وصلى الله على نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين.